ഇതാണ് ആക്ച്വലി പുതിയ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് പൊന്മുടിയിൽ. നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പം ഇതിൽ വർക്ക് നടക്കുമായിരുന്നു. സോ ഇറ്റ്സ് കംപ്ലീറ്റഡ് നൗ ആൻഡ് ഫങ്ഷനിങ് ആണ്. ഓൺലൈനാണ് ഇത് ബുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ ഓൺലൈൻ വെബ്സൈറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തേക്കാം. സോ ദിസ് ഇസ് ബിൽഡിംഗ്. ഓൾറെഡി ഉള്ള KTDCയുടെ ഓർക്കിഡ് റെസ്റ്റോറൻറ്റിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ഒരു ബിൽഡിംഗ് വരുന്നത് തന്നെ. നല്ല കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. പിന്നെ ബിൽഡിംഗ് വന്നിട്ട് എൻ്റയർലി ന്യൂ ബിൽഡിംഗ് ആണ് ആൻഡ് ഫെസിലിറ്റീസ് ആർ ഓൾസോ വെരി നൈസ്. നമ്മുടെ റൂമും കാണിച്ചു തരാം. ഇവിടെ ഇതാണ് കാർ പാർക്കിംഗ് സ്പേസ്, എൻട്രൻസ്. ഇവിടെ റിയലി നൈസ്, ലൈക്ക് ഭയങ്കര നല്ല രസമുണ്ട്. ഇതാണ് ആക്ച്വലി ഈ ഒരു സൈഡ് വന്നിട്ട്. ഭയങ്കര നല്ല കാറ്റുണ്ട്. കുറേ ഫാമിലീസൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു KTDCയിൽ സ്റ്റേ ചെയ്യുന്ന കുറേ ഫാമിലീസ് ഉണ്ട്. എനിക്ക് റൂം ഭയങ്കര ഇഷ്ടപ്പെട്ടു. മേ ബി ന്യൂ ബിൽഡിംഗ് ആയതുകൊണ്ടാണ്. പിന്നെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ KTDC വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ലാൻഡ്സ്കേപ്പ് ഫാക്ടേഴ്സ് ഭയങ്കര കുറവാണ്. പിന്നെ ഒരു നോർമൽ നമ്മളുടെ ഒരു ബിൽഡിങ്ങിനുള്ളിൽ അപ്പാർട്ട്മെൻറ്റിനുള്ളിൽ ചെയ്തേക്കുന്ന പോലെ നന്നായിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. പക്ഷേ KTDC വന്നിട്ട് ആ ഒരു പൊന്മുടിയുടെ ഫീച്ചേഴ്സ് കൊണ്ടുവരുന്ന രീതിയിലാണ് കോട്ടേജസ് എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. സോ നമുക്കിനി അടുത്തത് റൂം കാണാം. ബോറായിട്ടുണ്ട് കാണാൻ. നമ്മളുടെ ലാസ്റ്റ് മൊമെൻറ്റ് ഡിസിഷനായിരുന്നു. വി ഹാഡ് സോ മെനി പ്ലാൻസ്, ലൈക്ക് കുറച്ച് ലോങ് ഒക്കെ എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നൊക്കെ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. ബട്ട് സ്റ്റിൽ ഒന്നും നടന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വന്നപ്പോൾ പെട്ടെന്ന് എന്തായാലും എങ്ങോട്ടെങ്കിലും പോയേ പറ്റത്തുള്ളൂ. ബിക്കോസ് വി ആർ ഹ്യൂമൻസ്, വി നീഡ് എ ബ്രേക്ക്. അങ്ങനത്തെ രീതിയിലാണ് ഈവനിങ് ഒരു 4 o'clock നമ്മൾ ഡിസൈഡ് ചെയ്ത് ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഇവിടെ എപ്പോഴും അങ്ങനെ റൂംസ് കിട്ടത്തില്ല കേട്ടോ. ഞാൻ എൻ്റെ ഉള്ളിൽ വന്നിട്ട് വലിയൊരു കോട്ടയാർഡ് സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഐ മീൻ ആർട്ടിഫിഷ്യൽ ഗ്രാസാണ് കൊടുത്തേക്കുന്നത്. എന്നാലും 4 കെട്ട് പോലെയൊക്കെയാണ് ചെയ്തേക്കുന്നത്. ഇതിനുള്ളിൽ തന്നെ കുറേ കുഞ്ഞു കുഞ്ഞു ലെവൽസ് പോലെ ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ലെവലിൽ നിന്ന് ഒരു 6 സ്റ്റെപ്സ് കയറി വരുമ്പോഴാണ് നമ്മുടെ ഫ്ലോർ വരുന്നത്. പിന്നെ അവിടെ നിന്ന് അടുത്ത സോ മെനി സീറ്റിംഗ് സ്പേസസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ റെസ്റ്റോറൻറ്റ് ചോദിച്ചു, നമ്മളത് നോക്കിയില്ലായിരുന്നു. ഭയങ്കര എലാബറേറ്റ് ആയിട്ടുള്ള മെനു ഒന്നുമില്ല. ദിസ് ഇസ് സ്റ്റാർട്ടഡ് വർക്കിംഗ് ഫ്രം മാർച്ച്. ഇവിടെ ഒരു ആക്ച്വലി ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ദേ ഹാവ് എ റാമ്പ് ആക്സസും ഉണ്ട് കേട്ടോ. വീൽചെയർ ആക്സസ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ ഒരു 6 സ്റ്റെപ്സ് കയറാൻ വേണ്ടിയിട്ട്. പിന്നെ ലിഫ്റ്റും ഉണ്ട്. ലിഫ്റ്റും ഫങ്ഷനിങ് ആണ്. ദെൻ ഉള്ളിൽ ഇതുപോലെ കോട്ടയാർഡ് സ്പേസ് പോലെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് പകലത്തെ ഇവിടുത്തെ വ്യൂ ഞാൻ കണ്ടില്ല. ഇപ്പം നമ്മൾ ഈവനിങ് ആയി എത്തിയപ്പോഴത്തേക്ക് ടോപ്പ് ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് അവർ റൂം. സോ ഇതാണ് നമ്മുടെ റൂം വന്നിട്ട്. കയറി വരുമ്പോൾ തന്നെ ഒരു സ്റ്റോറേജ് സ്പേസ്, ഡസ്റ്റ്ബിൻ, നോർമൽ റിസോർട്ടിലെ പോലെ അതിൻ്റെ സ്റ്റോറേജും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ടോയ്ലറ്റ് നല്ല ക്ലീൻ ടോയ്ലറ്റ്സാണ്, കുഴപ്പമില്ല. പിന്നെ ഇവിടുത്തെ ഗ്ലാസ് പാർട്ടീഷൻ വെക്കാൻ മറന്നു ഏതാണോ അതറിയത്തില്ല. ഇവിടെ ഗ്ലാസ് പാർട്ടീഷൻ ഇല്ല. അതിനൊരു പ്രൊവിഷൻ പോലെ കൊടുത്തേക്കുന്ന നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ റൂമിലോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു വാർഡ്രോബിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടാണ് എല്ലാം പോയേക്കുന്നത്. ചെറിയൊരു സ്റ്റോറേജ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ അഗെയിൻ അടുത്തൊരു ചെറിയ സ്റ്റോറേജിലേക്ക് നമുക്ക് ചെരുപ്പൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഫുൾ മിറർ അതിൻ്റെ വിച്ച് ഇസ് റിയലി ഗുഡ്. പിന്നെ അടുത്തത് ടേബിൾ കാര്യങ്ങളും. ഇവിടെ ഒരു
ഡോറുണ്ട്. എനിക്കറിയത്തില്ല അതിൻ്റെ പേർപ്പസ് എന്തോന്ന്. നമുക്കതിൻ്റെ കീ തന്നിട്ടില്ല. ഇത് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് ആയതുകൊണ്ട് തന്നെ മേ ബി 2 പേരൊക്കെ വന്ന് സെപ്പറേറ്റ് റൂംസിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ആയിരിക്കാമെന്ന് തോന്നുന്നു. നമ്മളങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ ഇതാണ് ബെഡ് വന്നിട്ട്. ഫാനുണ്ട്. പിന്നെ ഇവിടെ AC ഓൾസോ കൊടുത്തിട്ടുണ്ട്. AC-യുടെ പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. ബാൽക്കണി കാണിക്കാം കേട്ടോ. ആക്ച്വലി നല്ല കാറ്റ് കാരണം ഡോറ് തന്നെ തുറന്നു വന്നു. ഞാൻ ജസ്റ്റ് അതിൻ്റെ നല്ല കാറ്റുണ്ട്. ഇതാണ് എൻ്റെ അതെ. ആക്ച്വലി ഞാനേ ഈ ജനലില്ലേ തുറന്നപ്പോൾ തന്നെ കാറ്റ് അടിച്ച് തുറന്നു വന്നു സ്വന്തമായിട്ട്. ഇവിടെ ഒരു ബാൽക്കണി സ്പേസ് ഉണ്ട്. സോ ഇതാണ് എൻ്റെ സ്പേസ് വന്നിട്ട്. ഇതിനുള്ളിൽ വന്നിട്ട് കമ്പയർ ടു ലൈക്ക് ലാസ്റ്റ് ടൈം നമ്മൾ നിന്ന KTDC സ്റ്റേന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര നല്ല ഫെസിലിറ്റീസ് ഉണ്ട്. ഭയങ്കര നല്ല എന്ന് വെച്ചാൽ KTDC റൂംസ് എനിക്ക് തോന്നുന്നു എത്ര വർഷം പഴക്കമുണ്ട് അവിടുത്തെ? എത്ര എന്നാലും മിനിമം ഓക്കെ. അപ്പം അതിൻ്റേതായ പഴക്കം ആ ബിൽഡിംഗ്. സോ 20-25 പഴക്കമുള്ളതിൻ്റെ ഇത് അതിൻ്റെ ഇൻറ്റീരിയേഴ്സിൽ വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. ഈവൻ ബെഡൊക്കെ ആയാലും കുറേ നല്ല പഴകിയ ബെഡുകളാണ്. ഈവൻ എനിക്കൊന്നും ചില റൂംസൊക്കെ ഈ മെയിൻ്റനൻസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അവിടെ ക്ലോസ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പം ഭയങ്കര നല്ല. പിന്നെ എനിക്ക് അവിടെ ഇവിടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വേറൊരു വ്യത്യാസം എന്ന് വെച്ചാൽ റേറ്റാണ്. നമ്മൾ ലാസ്റ്റ് ടൈം നമ്മളവിടെ സ്റ്റേ ചെയ്തപ്പോൾ ഐ തിങ്ക് 2500 or 3000 ആണ് ഒരു നോർമൽ റൂമിന്. ലൈക്ക് അവിടുത്തെ ഏറ്റവും നോർമലായിട്ടൊരു റൂമിന് കൊടുത്തതന്നെ 3000 സംതിങ് ആണ്. അവിടെ വാല്യൂ ഫോർ മണി ആണോ എന്ന് ചോദിച്ചാൽ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ ആംബിയൻസ് ലൈക്ക് ആംബിയൻസ് മാത്രം നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല എന്നേ പറയത്തുള്ളൂ. നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്പേസ് അത്രയും നന്നായിരുന്നാൽ ഇറ്റ് വിൽ ബി ബെറ്റർ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു റൂം ഭയങ്കര നല്ലതാണ്. ആൻഡ് ബെസ്റ്റ് ഫാക്ടർ എന്ന് വെച്ചാൽ ഇവിടുത്തെ റേറ്റാണ്. ഇറ്റ്സ് ഓൺലി 1200 rupees. 1200 it's really worth it. Like more than what we can expect എന്ന് പറഞ്ഞു. ഇപ്പോൾ 2 ദിവസം കൂടെ വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു സ്പേസാണ്. പൊന്മുടിയിൽ അങ്ങനെ 2 ദിവസം സ്റ്റേ ചെയ്ത് കാണാനൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ഒന്ന് വീട്ടിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കണം. ട്രിവാൻഡ്രത്തൊക്കെ ഉള്ളവരാണെങ്കിലും അല്ല പുറത്തുനിന്നുള്ളവരാണെങ്കിലും ഒന്ന് മാറി നിൽക്കണം. എന്നാൽ ബഡ്ജറ്റായിട്ട് സ്റ്റേ നോക്കണമെങ്കിൽ ദിസ് ഈസ് ബെറ്റർ ഓപ്ഷൻ. പിന്നെ ഓൺലൈൻ അതിൻ്റെ വെബ്സൈറ്റ് ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തേക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. വേറെ എന്തെങ്കിലുമൊക്കെ പൊന്മുടി വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ബിക്കോസ് മുന്നേ ഒരു തവണ നമ്മൾ പൊന്മുടിയിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അവിടെ എപ്പോഴും പൊന്മുടിയിൽ മാത്രമേ നമ്മൾ യാത്ര ചെയ്യണോ. ഗോൾഡൻ പീക്കാണ് കഴിഞ്ഞ തവണ ഇട്ടത്. ഗോൾഡൻ പീക്ക് ഇട്ടിട്ടില്ല. അങ്ങനെ ഞാൻ വെച്ചു ഗോൾഡൻ നമ്മൾ ടോപ്പിൽ പോയിട്ടില്ല. കഴിഞ്ഞ തവണ നമുക്ക് പോകാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇത്തവണ യെസ്. സോ ആളുടെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പം നമ്മൾ ഒട്ടും പ്ലാൻ ചെയ്യണ്ട. എന്നാൽ എവിടെയെങ്കിലും പോകണമെന്ന് ദിവസം സോ ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ നമ്മളുടെ എന്താ പറയുക ഓക്കെ. സോ അതുകൊണ്ട് maybe possibly by today I will be uploading a video for someone very special to me. അത് കഴിഞ്ഞിട്ടായിരിക്കും ഈ വീഡിയോ വരുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ശരി, വേറെ വീഡിയോസ് വേറെ ഗോൾഡൻ പീക്കിൽ പോയിട്ടുള്ള വീഡിയോസൊക്കെ എടുക്കുവാണെങ്കിൽ അതും കൂടി എൻ്റെ കൂടെ ഇടാം. അല്ലെങ്കിൽ ജസ്റ്റ് ഈ ഒരു സ്പേസിൻ്റെ ഡീറ്റെയിൽസ് മാത്രമേ ഇത് കാണത്തുള്ളൂ. ടാറ്റാ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ഹാൻഡ് ക്രാഫ്റ്റി.